സ്വാഗതം. മുജാഹിദ് സമ്മേളനത്തിൽ അതിഥിയായി എത്തിയതിൽ വളരെ സന്തോഷമുണ്ട്. മുജാഹിദ് പ്രസ്ഥാനത്തിൻ്റെ 10ാമത് സംസ്ഥാന സമ്മേളനമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഇന്നത്തെ സെഷനിൽ ഉദ്ഘാടകനായി എത്തിയ താങ്കളെ ഇതിലേക്ക് സ്വാഗതം ചെയ്യുന്നു. സമ്മേളനത്തെക്കുറിച്ച് എന്താണ് താങ്കൾക്ക് അനുഭവപ്പെടുന്നത് എന്നുള്ളതെന്ന് പറയാമോ? വളരെ സന്തോഷം. മുജാഹിദ് സമ്മേളനത്തിൽ പങ്കെടുക്കുന്നതിൽ ഇന്ത്യ കടന്നു പോകുന്ന ഇപ്പോഴത്തെ രാഷ്ട്രീയ സാഹചര്യത്തിൽ ഈ ഒരു സമ്മേളനത്തിന് അതീവ പ്രാധാന്യമാണുള്ളത്. നമ്മുടെ രാജ്യത്തിൻ്റെ ജനാധിപത്യവും ബഹുസ്വരതയും നിലനിർത്താനും പരിപോഷിപ്പിക്കാനും ഇത്തരത്തിലുള്ള ഒത്തുചേരലുകൾ അനിവാര്യമാണ്. നമ്മുടെ രാജ്യം നേരിടുന്ന വെല്ലുവിളികളെക്കുറിച്ച് ചർച്ച ചെയ്ത് എങ്ങനെയാണ് മുമ്പോട്ട് പോകേണ്ടത് എന്നത് സംബന്ധിച്ചൊരു ധാരണ ഉണ്ടാക്കുക എന്നുള്ളത് ഈ കാലഘട്ടത്തിൻ്റെ അനിവാര്യതയാണ്. ആ പശ്ചാത്തലത്തിൽ ഈ ഒരു സമ്മേളനം എന്തുകൊണ്ടും പ്രാധാന്യമർഹിക്കുന്നു. മുജാഹിദ് സമ്മേളനത്തിന് എൻ്റെ അഭിനന്ദനങ്ങളും ആശംസകളും നേരുന്നു. ജനങ്ങളെ പരസ്പരം വെറുപ്പിൻ്റെ രാഷ്ട്രീയം വർദ്ധിക്കുകയും പരസ്പരം അകറ്റുകയും ചെയ്യുന്ന ഒരു സാഹചര്യത്തിൽ വിശ്വമാനവികതയെ വിളംബരം ചെയ്തു എന്നുള്ളതാണ് നമ്മുടെ സമ്മേളനത്തിന് പ്രമേയമായി സ്വീകരിച്ചിട്ടുള്ളത്. നമ്മുടെ സമകാലിക രാഷ്ട്രീയ സാഹചര്യങ്ങളുമായി എത്തുനോക്കുമ്പോൾ വിവിധ സമുദായങ്ങൾ തമ്മിലുള്ള അടുപ്പവും ഐക്യവും ഒക്കെ ഉണ്ടാക്കുവാൻ പര്യാപ്തമാകുന്ന ഒരു പ്രമേയമാണ് സ്വീകരിച്ചിട്ടുള്ളത്. അപ്പോൾ ആ ഒരു സമുദായങ്ങൾ തമ്മിലുള്ള ബന്ധത്തെ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? ഞാൻ ഏറെ സന്തോഷത്തോടെയാണ് ഈ ഒരു സമ്മേളനത്തിൻ്റെ പ്രമേയത്തെ സ്വാഗതം ചെയ്യുന്നത്. എന്താ കാരണം എന്ന് വെച്ചാൽ ഇന്ന് നമ്മുടെ രാജ്യത്തിന്, നമ്മുടെ ലോകത്തിന് വേണ്ടത് സാഹോദര്യമാണ്. നമുക്ക് നഷ്ടപ്പെട്ടു പോകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട മൂല്യങ്ങളിൽ ഒന്ന് തന്നെയാണ് സാഹോദര്യം എന്ന് പറയുന്നത്. ഇന്ന് ഇന്ത്യയിൽ മാത്രമല്ല, ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലും ഏറ്റവും കൂടുതൽ സൃഷ്ടിക്കപ്പെടുന്ന ഒരു ഉൽപ്പന്നം എന്ന് പറയുന്നത് വെറുപ്പും വിദ്വേഷവും. ആ വെറുപ്പും വിദ്വേഷത്തെ മുറിച്ചു കടക്കാൻ, അതിനെ പ്രതിരോധിക്കാനുള്ള കരുത്ത്, തൻ്റെ ഇടം, നിശ്ചയദാർഢ്യം സാംശീകരിക്കുക, ആർജിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ആ അർത്ഥത്തിൽ ഈ സമ്മേളനത്തിന് ഏറെ പ്രസക്തിയുണ്ടെന്ന് ഞാൻ ധരിക്കുന്നു. ഒരു മികച്ച പാർലമെന്റേറിയൻ എന്ന നിലയ്ക്ക് ഒരുപാട് ശ്രദ്ധിക്കപ്പെട്ട വ്യക്തികൾ കൂടിയാണ് താങ്കൾ. ഇപ്പോൾ ഇന്നലെ വന്നിട്ടുള്ള ഇലക്ട്രൽ ബോണ്ടുമായി വന്നിട്ടുള്ള സുപ്രീം കോടതി വിധി അത് ജനാധിപത്യത്തിന്റെ സുതാര്യത നഷ്ടപ്പെടുത്തുന്ന ഒന്നാണെന്നുള്ള നിരീക്ഷണവുമുണ്ട്. അപ്പോൾ ആ ഒരു പശ്ചാത്തലത്തെക്കുറിച്ച് എന്താണ് സംസാരിക്കുന്നത്? നമ്മുടെ രാജ്യത്തിൻ്റെ ഒരു അവസ്ഥ എന്ന് പറയുന്നത് എത്രത്തോളം ദുഷ്കരമാണ് നമ്മുടെ ജനാധിപത്യ പ്രക്രിയ. ആ ഒരു ഘട്ടത്തിലെ സുപ്രധാനമായൊരു വിധിയാണ് സുപ്രീം കോടതിയിൽ നിന്ന് കഴിഞ്ഞ ദിവസം ഉണ്ടായത്. അതായത് ഭരണകക്ഷി തങ്ങളുടെ സ്വാധീനം ഉപയോഗിച്ച് അജ്ഞാതമായ കേന്ദ്രങ്ങളിൽ നിന്ന് പണം സ്വരൂപിക്കുന്നു. അങ്ങനെ പണത്തിൻ്റെയും പേശുബലത്തിൻ്റെയും പിൻബലത്തിന് തെരഞ്ഞെടുപ്പുകളെ റാഞ്ചി എടുക്കുന്നു. ഉദാഹരണം റാഞ്ചിയാണ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ ഹൈജാക്ക് ചെയ്യുന്ന ജനവിധി വെച്ച് നമ്മുടെ ജനാധിപത്യ മൂല്യങ്ങൾ തകർത്തെറിയുന്നു. സ്വാഭാവികമായിട്ടും സുപ്രീം കോടതിയുടെ വിധി ഒരു ചെറിയൊരു ചുവടുവെപ്പാണ്. ആ ചുവടുവെപ്പ് എന്നുള്ളത് കൊണ്ട് എല്ലാം സമസ്യയ്ക്കും പ്രശ്നത്തിനും പരിഹാരമാകുന്നില്ല. എങ്കിൽ പോലും ജനങ്ങൾക്ക് ചിന്തിക്കാനും മുമ്പോട്ടുള്ള വഴിയിൽ കുറേം കൂടി സാർത്ഥകമായിട്ട് മുന്നേറാനും ആ ഒരു വിധി സഹായിക്കുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അവസാനമായിട്ട് ഒരു ചോദ്യം, 2024 തെരഞ്ഞെടുപ്പിനെ ഏത് രൂപത്തിലാണ് പ്രതീക്ഷിക്കുന്നത്? അതിലെ പ്രതിപക്ഷ മുന്നണിയുടെ പ്രകടനം എങ്ങനെയാണ് താങ്കൾ കാണുന്നത്? ഈ രാജ്യത്തിൻ്റെ നിലനിൽപ്പിന് വളരെ അനിവാര്യമാണ് 2024 തെരഞ്ഞെടുപ്പ്. ഒരുപാട് അഭിപ്രായ വ്യത്യാസങ്ങൾ പ്രതിപക്ഷ മുന്നണിയിലെ ഘടകകക്ഷികൾക്കുണ്ട്. എങ്കിൽ പോലും BJPയും RSSും പ്രദാനം ചെയ്യുന്ന ഇപ്പോഴത്തെ ഭരണവർഗത്തെ, ഭരണ സംവിധാനത്തെ തുടച്ചു മാറ്റണമെന്നുള്ള ഒരു നിശ്ചയദാർഢ്യം ഏറെക്കുറെ പ്രതിപക്ഷത്തുള്ള എല്ലാവർക്കും ഉണ്ട്. പക്ഷെ ഓരോ സംസ്ഥാനങ്ങളിലെ സാഹചര്യങ്ങൾ വ്യത്യസ്തമാണ്. എങ്കിലും എനിക്കൊരു പ്രതീക്ഷയുണ്ട്. ആ പ്രതീക്ഷ ജനങ്ങളുടെ ആർജവത്തിന് മേലാണ്, ജനങ്ങളുടെ നിശ്ചയദാർഢ്യത്തിന് മേലാണ്, ജനങ്ങളുടെ പ്രബുദ്ധതയ്ക്ക് മേലാണ്. ജനങ്ങളൊരു വിധിയെഴുത്തിന് തയ്യാറാകുമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഓക്കെ, താങ്ക് യു സർ. താങ്ക് യു.